കോടിയേരി ബാലകൃഷ്ണനെ അദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ വിമർശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണിയായി പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിലെ ഒരു അംഗം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്ന സ്ഥിതി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇനി CPM-നോ പാർട്ടി സെക്രട്ടറിക്കോ ഒന്നും ന്യായീകരണങ്ങൾ ചമച്ചുകൊണ്ട് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ മറുപടി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ബിനീഷ് കോടിയേരി നടത്തിയ ഇടപെടലാണ്. തെറ്റുകാരനെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ എന്നടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിലപാടുണ്ടായിരുന്നു. ഈ അറസ്റ്റ് കൂടി വരുമ്പോൾ അത്തരം നിലപാട് ആവർത്തിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഒരു വ്യക്തി എന്ന നിലക്ക് ബിനീഷ് കോടിയേരി ചെയ്ത ഇടപാടല്ല, പക്ഷെ അതിനാവശ്യമായിട്ടുള്ള പിൻബലം നൽകിയത്. ബിനീഷ് കോടിയേരിക്കെതിരായ നുണക്കഥ പൊളിഞ്ഞു വീഴുന്നു. ബാംഗ്ലൂർ ലഹരിമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരി പ്രതിയല്ല. നീണ്ട 7 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് ബിനീഷ് കോടിയേരി ലഹരിമരുന്ന് കേസിൽ പ്രതിയല്ലെന്ന് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയത്. ബാംഗ്ലൂർ സിറ്റി സെഷൻസ് കോടതിയിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ബിനീഷ് കോടിയേരിയുടെ പേരില്ല. ഇതോടെ മയക്കുമരുന്ന് കേസിൽ ബിനീഷിന് പങ്കില്ലെന്ന് തെളിഞ്ഞു. ന്യായമായ കാര്യമാണ്. എന്താ സംശയം? അതുപോലെയാണോ എന്റെ സഹോദരൻ? കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്റെ സഹോദരൻ ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്. ഇത് എവിടെയാണുള്ളതെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഞാൻ തന്നെ പലയിടത്തും പ്രസംഗിക്കാറുണ്ട്. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് അവനവന്റെ വീട്ടിൽ ഇതില്ല എന്നാണ്. ആരുടെ വീട്ടിലെയും ഏതൊരാൾക്കും ഇത്തരം ഈ പറയുന്ന മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ആളുകളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടാകാം.